ഒരു ചെറിയ പീരീഡിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷൻ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കിട്ടുന്ന കോഴ്സ് തരുന്നപ്പോഴാണ് ചെറിയ മാസങ്ങൾക്കുള്ളിൽ ഒരു ജോലിന് വേണ്ടി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞത്. മാരോണിന്റെ ആഡും കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിയറാണ്, നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് മെഡിക്കൽ കോഡിങ്. നമ്മളിപ്പം ഫോണിൽ അങ്ങനെ ഇപ്പോൾ ഒരു 17-20 മോക്ക് ഫോണിൽ ചെയ്താലും നമ്മൾ സിസ്റ്റം മോക്ക് ചെയ്യാതെ പോയി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവൻ നമ്മളൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നതെങ്കിലും നമ്മളെ കൊണ്ടത് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും ആ കോളേജിന്റെ ഒരു വൈബിലേക്ക്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയാം, അങ്ങനെ ആ ഒരു വൈബിലേക്ക് തിരിച്ചു വന്നത്. ഹായ്, ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ആരോണിൽ തന്നെ പഠിച്ച് പാസ്സായി പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആരോണിലെ സ്റ്റുഡൻസിന്റെ കൂടെയാണ്. ഷിബില, രവീന, ശ്രീലക്ഷ്മി. ഷിബില, എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? എന്താ? ഞാൻ PSC പോകുന്നത്. ഓക്കെ. രവീന PSC ബാക്കനിസ്റ്റ്, PSC മാത്തമാറ്റിക്സ്. ഓക്കെ. എങ്ങനെയാണ് ഷിബില മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്, അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിലേക്ക് വരാൻ കാരണം എന്താ? പണ്ട് മുതലേ എനിക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എടുത്തത് ബോട്ടണി എടുത്തത്. ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ചോദിച്ചിട്ടാണ് ബോട്ടണി എടുത്തത്. പിന്നീട് ഒരു 5 years ഒക്കെ ഗ്യാപ്പ് വന്നു, കരിയർ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ അതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഒരു നല്ല കോഴ്സ് അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ കോഴ്സുകൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച ടൈമിൽ ഏറ്റവും ഒരു ചെറിയ പീരീഡിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷൻ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കിട്ടുന്ന കോഴ്സ് തരുന്നപ്പോഴാണ് ആരോണിനെ കുറിച്ചിട്ടും അതുപോലെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ ഫാമിലിയായിട്ട് വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ നല്ല കോഴ്സാണ്, നല്ല അക്കാദമിയാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സാണെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇതന്നെ ചൂസ് ചെയ്യാമെന്നുള്ള തീരുമാനിച്ച് അങ്ങനെ മെഡിക്കൽ കോഡിങ് പഠിച്ച് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് തന്നെ അനാട്ടമി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള CPT അതുപോലെ ICD-യിലേക്ക് വന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കോഡിംഗ് ഒക്കെ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിയറാണ്, നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശ്രീലക്ഷ്മി BSc മാത്തമാറ്റിക്സ് ആണ് അല്ലേ? അപ്പോൾ BSc മാത്തമാറ്റിക്സ് എടുത്തിട്ട് എങ്ങനെ വരുമ്പോൾ അനാട്ടമി അതൊക്കെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ നമുക്ക് എളുപ്പം എന്ന് വിചാരിക്കും അല്ലേ? BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ട്? എളുപ്പം ഉണ്ടായിരുന്നോ? പഠിക്കാൻ എങ്ങനെയായിരുന്നു എന്ന് പറയും. ഞാൻ +2 ബയോളജി സയൻസ് ആയിരുന്നു. അതുകൊണ്ട് അനാട്ടമി ആയിട്ട് തീരെ ബന്ധമില്ലാത്ത ഒരാളല്ല, അറിയാമായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ റിവൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഫീൽഡ് പ്രോപ്പർ ഒരു മെഡിക്കൽ കോഡിങ് ആയതുകൊണ്ട് പ്രോപ്പർ അനാട്ടമി അറിയാം, കുറച്ച് നന്നായിട്ട് തന്നെ അറിയാം. അത് റിഫ്രഷ് ചെയ്യാൻ ഇവിടുത്തെ ക്ലാസ്സുകൾ ഒരുപാട് സഹായിച്ചു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാൻ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് CPT അല്ലെങ്കിൽ ICD ആണെങ്കിൽ കൂടെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ടീച്ചേഴ്സിന് നമുക്ക് ഡൗട്ട് വരുന്നതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് നടക്കും. നമ്മളെ കൊണ്ട് ഇവൻ നമ്മളൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നതെങ്കിലും നമ്മളെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. അത് നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കും. ഓക്കെ. രവീനക്ക് എന്താ പറയാനുള്ളത്? BSc ബയോകെമിസ്ട്രി ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഞാനും ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞ് 1 year ഗ്യാപ്പ് എടുത്തിട്ടാണ് മെഡിക്കൽ കോഡിങ്ങിന് ചേർന്നത്. അപ്പം ചെറിയ മാസങ്ങൾക്കുള്ളിൽ ഒരു ജോലിന് വേണ്ടി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞത്. മാരോണിന്റെ ആഡും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പം അങ്ങനെ വിളിച്ചു അന്വേഷിച്ചു. അപ്പം നല്ല അക്കാഡമിയാണ്, ടീച്ചേഴ്സുമായാലും എല്ലാം നല്ലതാണ് കണ്ടുകൊണ്ടാണ് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു, ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണെങ്കിലും ബയോളജി ബേസ് തന്നെയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് സിമ്പിളായിരുന്നു, അനാട്ടമി പഠിക്കാൻ സിമ്പിളായിരുന്നു എനിക്ക്. ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഈസി ആയിട്ട് കയറുന്നുണ്ടായിരുന്നു. പിന്നെ ICD CPT ഒക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം തീരെ നമുക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാലും അവർ അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഒരു പ്രിപ്പറേഷൻ ബാച്ച് ആണെങ്കിലും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പ്രിപ്പറേഷൻ ബാച്ച് ഒരു 1 month അവർ നമ്മളെ അതേപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ CPC എക്സാമിൽ കൊണ്ടുപോയതും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ വന്ന് ട്രെയിൻ ചെയ്തത്. ഓക്കെ. നിങ്ങൾക്ക് മോക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ മോക്കുകളൊക്കെ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്? എങ്ങനെയാ പറയൂ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോക്കൊക്കെ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ മേബി അതിൽ ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ തന്നെ ഞങ്ങൾ കേപ്പബിൾ ആവില്ലായിരുന്നു. കാരണം
ഫസ്റ്റത്തെ 1-2 മോക്കൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നി. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഞങ്ങൾ പാസ്സായിട്ടൊന്നും ഉണ്ടാക്കില്ല. വീണ്ടും പിന്നെ 3ാമത്തെ മോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഒരു 21ഓളം മോക്കുകൾ ചെയ്തിട്ടാണ് ആ ഒരു എക്സാമിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ഒരു ട്രാക്കിലേക്ക് കയറി അത് നല്ലോണം ഞങ്ങൾ ഈസി ആക്കാൻ സാധിച്ചിട്ടുണ്ട് എക്സാം ഒക്കെ. ഓക്കെ, സിസ്റ്റം മോക്ക് ഉണ്ടായിരുന്നില്ലേ? അതെ. സിസ്റ്റം മോക്ക് എങ്ങനെയായിരുന്നു ചെയ്തത്? മീൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ CPC ഇതിന്റെ മെയിൻ എക്സാമിനാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഇതറിയുള്ളൂ. നമ്മളിപ്പം ഫോണിൽ അങ്ങനെ ഇപ്പോൾ ഒരു 17-20 മോക്ക് ഫോണിൽ ചെയ്താലും നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യാതെ പോയി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അക്കാഡമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അക്കാഡമി നമ്മൾ ഫസ്റ്റ് ഒരു മെഡിക്കൽ കോഡിംഗ് എന്നുള്ള കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയ 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് മീൻസ് നമ്മുടെ പഠിച്ചു പോയതിനൊക്കെ കമ്പയർ ചെയ്ത് അവരുടെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ അക്കാഡമി ചൂസ് ചെയ്തത്. പിന്നെ മാത്രമല്ല ഇവിടെ കൊടുക്കുന്ന പ്ലേസ്മെൻറ്റ് നമ്മൾ ഇവിടെ CPC സർട്ടിഫൈഡ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പ്ലേസ്ഡ് ആയി എന്നുള്ളത് ഈ അക്കാഡമിയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. നമുക്കും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. എത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആവുക, എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. സോ അക്കാഡമി തന്നൊരു ഹെൽപ്പ് വളരെ വലുതാണ്. 3 മന്ത് ഡ്യൂറേഷനാണ് കോഴ്സ് വരുന്നത്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയ ഫാക്കൽറ്റീസ് എല്ലാവരും ഡോക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് മെഡിക്കലി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാൻ അവർ വെരി കാപ്പബിളാണ്. പിന്നെ നമ്മുടെ ഡ്യൂറേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പറേഷൻ 1 മന്ത് പ്രിപ്പറേഷനാണ് എക്സാമിനുള്ളത്. CPC എക്സാം 4 hours വരുന്ന എക്സാമാണ്. 4 hours ഒറ്റയടിക്കൊരു എക്സാം എഴുതുക എന്ന് പറയുന്നത് സിമ്പിളായ കാര്യമല്ല. നമുക്ക് ആ 4 hours കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോക്ക് വരുന്നത് 3.5 hours ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലേ? ടൈം മാനേജ്മെന്റ് ഒക്കെ ഈസി ആയിരുന്നോ? ഞങ്ങൾക്ക് ഇവിടെ 4 hours ഉണ്ടായിരുന്ന എക്സാമിന് മോക്ക് എല്ലാ മോക്കും 3.5 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് സെക്കൻഡോ തേർഡോ അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ആ ടൈം ബേസിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ CPC എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് എല്ലാം തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് അവിടെ ചെന്നപ്പോൾ ഒട്ടും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോക്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അക്കാഡമിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ 3 മാസത്തെ കോഴ്സ് ആക്ച്വലി ടൈം പോയത് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഇവിടെ ക്ലാസ് ഫാക്കൽറ്റീസ് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആണ്. പ്ലസ് അവർ നമ്മുടെ അക്കാഡമിക്സ് നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ഫാക്കൽറ്റീസാണ്. പിന്നെ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയ ഡേ ആയിരുന്നു ഇവിടുന്ന് ടൂർ പോയത്. അതും ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. ദെൻ പിന്നെ പ്രിപ്പറേഷൻ ആണെങ്കിലും നല്ലതായിരുന്നു. പിന്നെ അവിടുത്തെ സെലിബ്രേഷൻസും ഒരുപാട് ഇഷ്ടമുള്ള ഓർമ്മകളാണ്. നമ്മുടെ അറൗണ്ടിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ പരിപാടികൾ, ഇവിടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? നിങ്ങളെ പഠിത്തത്തിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ? എന്താ പറയാനുള്ളത്? ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് വൈബായിരുന്നു ഞങ്ങൾക്ക്. ഒരു 3-4 മാസത്തിന് കിട്ടി വന്നപ്പോൾ ശരിക്കും പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വന്നത്. ഒരു ഫ്ലോറിൽ കുറേ ക്ലാസ് നടക്കണം, ചെറിയ ക്ലാസ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ ശരിക്കും ബോറായിട്ട് ഒരു 3 മാസം തീരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഓണ സെലിബ്രേഷൻ ആണെങ്കിലും ഇപ്പോൾ ട്രിപ്പ് പോകുന്ന കാര്യത്തിലാണ് അതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഓണ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ടാണ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഷിബിലയുടെ അഭിപ്രായം എന്താ? ഒരിക്കലും ഞാനിപ്പോൾ ഒരു 5 വർഷം ഗ്യാപ്പ് എടുത്ത് വരുന്ന സമയത്ത് ഞാൻ ആ ഒരു ഫീൽഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് 3 മാസം വരിക, ആ കോഴ്സ് പഠിക്കുക, പിന്നെ ഇൻ്റർവ്യൂ ഇവർ തന്നെ നമ്മൾ പ്ലേസ്ഡ് ആക്കി തരാൻ അസിസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ കിട്ടുക, അത്രയും ഉണ്ടാകും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും ആ കോളേജിൻ്റെ ഒരു വൈബിലേക്ക്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയാം, അങ്ങനെ ആ ഒരു വൈബിലേക്ക് തിരിച്ചു വന്നത്. എല്ലാ അക്കാദമിയുടെ ഓർഗനൈസേഷൻ ആണെങ്കിലും ഓരോ പരിപാടി, ഫ്രഷേഴ്സ് പാർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം ഫയർവെൽ പാർട്ടി, അങ്ങനെ എല്ലാം ഇവിടെ കണ്ടക്ട് ചെയ്തിട്ട്, എന്നാൽ അതൊന്നും അക്കാദമിക്സിനെ ബാധിക്കാത്ത തരത്തിൽ ഒരു 1 hour 2 hour പരിപാടി ആണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് നടത്തി, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഒക്കെ നടത്തുക. അതിന് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു. ഒരു 3 മാസം എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു 3 വർഷം പോലെയായിരുന്നു അല്ലേ. ഒരു അക്കാദമിക് നല്ല അടിപൊളിയായിട്ട്. ഓക്കെ, ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ പ്ലേസ് ആയില്ലേ എല്ലാവരും? അപ്പോൾ ഇന്റർവ്യൂവിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അരോൺ അക്കാഡമി?
ഇന്റർവ്യൂവിന് ഞങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് സെല്ലൊരു എന്ന് പറഞ്ഞിട്ടൊരു ഇത് തരുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഏത് ടൈമിലും ഏതൊക്കെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അവരപ്പോഴും അറിയിപ്പിച്ചിട്ട് ഞങ്ങളതൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് അവർ തന്നെ നമുക്കിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഇന്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് മെയിലൊക്കെ വരും ഓരോ മോക്ക് ഇന്റർവ്യൂ നടത്താനും, അതുപോലെ തന്നെ ഓരോന്നിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം ഇവർ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ നമ്മളിങ്ങനെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് ആ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ആക്ട് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. എന്തായാലും പ്ലേസ് ആയി, എന്തായാലും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.